ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 10 തിങ്കളാഴ്ച. ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിവസം. നാളെ ശനി, മറ്റന്നാൾ ഞായർ, തിങ്കളാഴ്ചയാണ് തിരുനാൾ. ഇന്ന് ഈ 10 നമുക്ക് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രമല്ല, എപ്പോഴും നമ്മൾ അലേർട്ടായിട്ടിരിക്കണം, എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് മോണ്ടിക്കാരിയിലെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഒന്നും എൻ്റേതായിട്ടുള്ള ദർശനങ്ങളോ അറിവുകളോ ഒന്നുമല്ല. പരിശുദ്ധ അമ്മ മോണ്ടിക്കാരിയിൽ ഹൃദയത്തിൽ 3 വാളുകളായിട്ട് വന്നു, പിന്നെ 3 റോസാ പുഷ്പങ്ങളായിട്ട് വന്നു. ഈ 3 റോസാ പുഷ്പങ്ങളായിട്ട് വന്നതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രാർത്ഥന, പരിഹാരം, അനുതാപം. എന്നാൽ ഈ റോസാ പുഷ്പങ്ങളുടേതുപോലെ തന്നെ 3 റോസാ പുഷ്പങ്ങൾ സാത്താനും ഉണ്ട്. വൈറ്റ് റോസ്, റെഡ് റോസ്, ഗോൾഡൻ റോസ്. ഈ 3 സാത്താൻ റോസിന് എതിരെ പോരാടാനാണ് പരിശുദ്ധ അമ്മ മോണ്ടിക്കാരിയിൽ 3 ദൈവിക റോസാ പുഷ്പങ്ങളുമായിട്ട് വന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ സാത്താൻ റോസാ പുഷ്പങ്ങൾ അല്ലെങ്കിൽ സാത്താൻ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലരും പറയും, ചെകുത്താനുണ്ടോ, അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. പക്ഷേ ഒരു വലിയ സത്യം, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാത്താനുണ്ട്. സാത്താനില്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന് അർത്ഥവുമില്ല. കാരണം സാത്താനും ദൈവവുമായിട്ടുള്ള ആ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാത്താനെ ജയിച്ച് നമ്മൾ ദൈവത്തിലൊന്നാകണം. അപ്പോൾ സാത്താനുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യം. ദൈവമുണ്ട് എന്നതുപോലെ തന്നെ സാത്താനും ഉണ്ട്. അപ്പോൾ ഈ സാത്താൻ ആരാധന കേന്ദ്രങ്ങൾ ഇപ്പോൾ രഹസ്യമായിട്ടൊന്നുമല്ല. സാത്താനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോക്കാവും. പക്ഷേ ഇത് 1966 സാത്താൻ ദേവാലയങ്ങളുണ്ട്, സാത്താൻ ആരാധന കേന്ദ്രങ്ങൾ. അത് 1966 സാൻ ഫ്രാൻസിസ്കോയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്, അവിടെയുണ്ട്. അത് ആൻറ്റോൺ ലാ വേ അങ്ങനെ ഉള്ള ഒരു വ്യക്തി വഴിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ബ്ലാക്ക് പോപ്പ് എന്നും പറയും. ഇവരെ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് USA. അതൊരു റിലീജിയസ് കോർപ്പറേഷനായിട്ട്. അതുപോലെ അവർ വലിയ സീക്രട്ടായിട്ടുള്ള സൊസൈറ്റികളൊന്നുമല്ല. വേൾഡ് മുഴുവൻ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആരാധനാലയങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ ഓഡിയോ പറയുന്നത് ഈശോയുടെ സങ്കീർത്തനം 97:3 അഗ്നി എനിക്ക് ചുറ്റും, നിങ്ങൾ കേൾക്കുന്നവർക്ക് ചുറ്റും കെട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. ഈശോയുടെ രക്തത്തിൻ്റെ കോട്ട, സക്രിയ 2:5 കോട്ട നമുക്ക് ചുറ്റുണ്ടായിരിക്കട്ടെ. മിക്ക 4 പറയുന്നത് പോലെ നിനക്ക് ചുറ്റും ഞാൻ എൻ്റെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കർത്താവിൻ്റെ ഉപരോധം നമുക്ക് ചുറ്റുണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ സാത്താൻ ആരാധന കേന്ദ്രങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ അമേരിക്കയിലല്ലേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഏത് നാട്ടിലാണുള്ളത് അവിടെയുണ്ട്. നമ്മുടെ മൂക്കിൻ തുമ്പത്തുണ്ട് സാത്താൻ ആരാധന കേന്ദ്രങ്ങൾ. അവർക്ക് സാത്താനിക് ബൈബിളുണ്ട്, അവർക്ക് സാത്താനിക് ബ്ലാക്ക് മാസസ് ഉണ്ട്. അതുപോലെ സാത്താൻ്റെ അൾത്താര എന്ന് നമ്മൾ പറയുന്ന സാത്താൻ്റെ അൾത്താര എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കാത്ത ഒരു സ്ത്രീയാണ്. അവിടെയാണ് എല്ലാ ബലിയും നടക്കുന്നത് അവരുടെ. പിന്നെ അവരുടെ തന്നെ ബ്ലഡ് കൊണ്ടാണ് അവർ എഴുതി ഉറപ്പിക്കുക ഉടമ്പടി. പ്രിയ കൂട്ടുകാരെ, കുറച്ച് വിവരങ്ങളെ ഞാനിതിൽ പറയുന്നുള്ളൂ, കാരണം എൻ്റെ ഓഡിയോ നീണ്ടുപോകും. ഈ സാത്താൻ ആരാധന കേന്ദ്രങ്ങളിൽ പെട്ടുപോയിട്ടുള്ള അനേകം മക്കളുണ്ട്. ഈ സാത്താൻ ആരാധന ആളുകൾ
അവരുടെ വലിയ ഫങ്ഷനൊക്കെ അവരുടെ കോട്ടുമ്മേൽ ഒരു വെള്ള റോസാപ്പൂവ് കുത്തിവെച്ചിട്ടുണ്ടാകും. അതാണ് സാത്താൻസ് വൈറ്റ് റോസ്. അത് എന്താണ് അർത്ഥമാക്കുന്നതെന്നോ, ദൈവമില്ലാത്ത ഒരു സയൻസ്. മനസ്സിലായോ? ദൈവമില്ല, സ്വാതന്ത്ര്യം, മോഡേണിസം, ഹ്യൂമനിസം, അനാർക്കിസം, അങ്ങനെ എല്ലാ ദൈവമില്ലാത്ത ഇസങ്ങളും, റാഷണലിസം, ലിബറലിസം, മോഡേണിസം, ഇതൊക്കെ ഇസങ്ങൾ മുഴുവൻ ഈ വൈറ്റ് റോസ് പ്രതീകമായിട്ട് അർത്ഥമാക്കുന്നുണ്ട്. ഒരു ഫ്രീമേസണറി സംഘം അവിടെ ജർമ്മനിയിലുണ്ടായിരുന്നു. അവരുടെ ഇപ്പോഴും ഉണ്ട്. അവരുടെ അംഗങ്ങളെയൊക്കെ അവർ തന്നെ വിളിച്ചിരുന്നത്, അവർ തന്നെ അവരെ പേരിട്ട് വിളിച്ചിരുന്നത് റോസൻ ക്രൂസർ എന്നാണ്. റോസാ പുഷ്പങ്ങളുമായിട്ട് ഒരു ബന്ധത്തിലാണ്. പ്രിയ കൂട്ടുകാരെ, അവരാണ് അവരുടെ സ്പെഷ്യൽ ഫെസ്റ്റിവൽസിൽ വൈറ്റ് റോസ് ധരിച്ചിരുന്നത്. ഡെത്ത് ഓഫ് ഗോഡ് അവരുടെ തിയോളജി. പിന്നെ ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, ഇമ്മൊറാലിറ്റി ഓഫ് സോൾ, ആത്മാവിൻ്റെ ഇമ്മൊറാലിറ്റി, അതുപോലെ നമ്മുടെ ഹോളി ട്രിനിറ്റി, ഏഞ്ചൽസിൻ്റെ എക്സിസ്റ്റൻസ്, സാത്താൻ, അതുപോലെ പർഗട്ടറി, ഇതൊക്കെ അവർ എതിർക്കും. അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ എതിർക്കും. പ്രിയ കൂട്ടുകാരെ, സാത്താൻ്റെ രണ്ടാമത്തെ റോസാണ് സാത്താൻസ് റെഡ് റോസ്. അത് ദൈവത്തിൻ്റെ എല്ലാ ശത്രുക്കളുടെയും ഒരു കൂട്ടായ്മയാണിത്, ഈ റെഡ് റോസ്. പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ എതിരാളികൾ. അതാണ് സാത്താൻ്റെ റെഡ് റോസ്. അതുപോലെ സാത്താൻ്റെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനത് മുഴുവൻ വായിച്ച് പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ചുരുക്കത്തിൽ മനസ്സിലാക്കിയാൽ മതി. പരിശുദ്ധ അമ്മ എന്തിനാണ് ഇങ്ങനെ ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയും ഇങ്ങനെ പല പല രീതികളിൽ പ്രത്യക്ഷപ്പെടുന്നത്? സാത്താനെതിരെ പോരാടാനാണ്. സാത്താൻ്റെ ഗോൾഡൻ റോസ് അത് പറയുന്നത് അവരവരെ തന്നെ ദൈവമാക്കുക. അതാണ് അവൻ്റെ ലക്ഷ്യം. അതായത് മാമോനെ സ്നേഹിക്കുക, പവർ ഓഫ് മണി, അതുപോലെ മെറ്റീരിയൽസം, അത് കാളക്കുട്ടി, സ്വർണം, അങ്ങനെ 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 ഉള്ള കാര്യങ്ങളിൽ, മാജിക്ക്, സ്പിരിറ്റിസം, പോർണോഗ്രാഫി, പിന്നെ ഡിമോണിസം, അങ്ങനെ 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 കുറേ മൃഗങ്ങളുടെ സ്വഭാവം എടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഗോൾഡൻ റോസ്. തന്നെ ദൈവമാക്കി മാറ്റുക. ഈ സാത്താൻ്റെ 3 റോസിനോട് എതിരിടാനാണ് ദി ഹെവൻലി റോസസ് വേഴ്സസ് സാത്താനിക് റോസസ്. നമ്മൾ വൈറ്റ് റോസ് ജോയ്ഫുൾ മിസ്റ്ററീസ്, റെഡ് റോസ് ഓഫ് സോറോഫുൾ മിസ്റ്ററീസ് ആൻഡ് ഗോൾഡൻ റോസസ് ഗ്ലോറിയസ് മിസ്റ്ററീസ്. ഇത് സാത്താനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാനുള്ള വലിയ ആയുധമാണ്. അതാണ് പരിശുദ്ധ ജപമാല. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ കുടുംബങ്ങളിലെ കുർബാനയാണ് പരിശുദ്ധ ജപമാല എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചത്. കുർബാനയ്ക്ക് പകരം വീട്ടിലിരുന്ന് ജപമാല ചൊല്ലിയാൽ മതി എന്നല്ല അതിൻ്റെ അർത്ഥം. പരിശുദ്ധ കുർബാനയ്ക്ക് പകരം കുടുംബം ഒന്നിച്ച് ചൊല്ലുന്ന ആ ജപമാല കുർബാനയെപ്പോലെ വിശുദ്ധമാക്കി ഈശോ സ്വീകരിക്കും. കുർബാന അല്ല, കുർബാനയ്ക്ക് തുല്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ സാത്താൻ എന്താണ് ഇങ്ങനെ വിറളി പിടിക്കുന്നത്? അത് അവൻ്റെ 3 റോസാ പുഷ്പങ്ങൾക്കെതിരെയുള്ള 3 ഡിവൈൻ ഹെവൻലി റോസസാണ് ഇത്. ഇന്ന് സാത്താൻ ആരാധനക്കാർ, സാത്താൻ എടുക്കുന്ന വലിയ വഴി എന്താണെന്നറിയോ? അവൻ ഇടയന്മാരെ അടിച്ചോടിപ്പിക്കുകയാണ്, ഇടയന്മാരെ ചിതറിക്കുകയാണ്. അപ്പോൾ ഇടയന്മാരുടെ പിന്നാലെയാണ് അവൻ പല രൂപത്തിൽ വരും. ഭക്ഷണമായിട്ട് വരും, അവരെ വശീകരിക്കുന്ന സ്ത്രീകളായിട്ട് വരും, അല്ലെങ്കിൽ വശീകരിക്കുന്ന സഹോദരന്മാരായിട്ട് വരും, മദ്യത്തിനും മയക്കമരുന്നിനും ജഡികാസക്തിക്കും അവരെ പ്രേരിപ്പിക്കുന്ന അൽമായ സുഹൃത്തുക്കൾ തന്നെ ഈ ഇടയന്മാരെ തെറ്റിലേക്ക് അകപ്പെടുത്തും. എന്നിട്ട് അവർ തന്നെ അത് ഫ്ലാഷ് ന്യൂസാക്കുകയും ചെയ്യും. പ്രിയ കൂട്ടുകാരെ, കരുതിയിരിക്കണം നമ്മുടെ സമർപ്പിത മക്കൾ. സ്നേഹത്തിൻ്റെ മധുരിമ പുരട്ടി അവരുടെ അടുത്ത് ഭക്ഷണവും കൊണ്ടുവരുന്നവർ, കുപ്പിയും കൊണ്ടുവരുന്നവർ ഒരിക്കലും വിചാരിക്കരുത് ഇത്
കൂട്ടുകാരുടെ ഒരു സംഘമാണെന്നല്ല, അവർ അതിനെടുത്ത് ഉപയോഗിച്ച് സഭയെ തകർക്കാൻ നോക്കുന്ന സാത്താൻ ആരാധനക്കാരുടെ ആളുകളാണ് എന്ന കണ്ണോടുകൂടെ വേണം അവരെ നോക്കിക്കാണാൻ. ഇതിനുള്ള ആത്മീയ ആയുധമാണ് പരിശുദ്ധ ജപമാല. അമ്മ പറഞ്ഞു, പ്രാർത്ഥന പരിഹാരം അനുതാപത്തിലേക്ക് നയിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒന്നുകൂടെ ഉണർവോടുകൂടെ ഇരിക്കാം. സാത്താനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് ഫാത്തിമയിൽ, അവസാനം എൻ്റെ വിമല ഹൃദയം അന്തിമ വിജയം വരിക്കും. അതിനുള്ളിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ആത്മാക്കളെ അവന് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയ്ക്കും ശക്തിയോടെ അവനിപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ആവസിച്ചിരിക്കുകയാണ്. ഓടി നടക്കുകയല്ല, ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞു, വേര് പിടിച്ചു കഴിഞ്ഞു. മനസ്സിലാകില്ല ചിലരോട് പറഞ്ഞാൽ, ഇതിങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുപോലെ അവൻ അവരെ വലയിട്ട് പിടിച്ച് മയക്കി എടുത്ത് വേണ്ടാത്ത സുഖങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് അവൻ അവരെ വലയിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയുധം: പ്രാർത്ഥന, റെഡ് റോസ് പരിഹാരം, എക്സ്പിയേഷൻ പരിത്യാഗം സാക്രിഫൈസ്, യെല്ലോ റോസ് പെനിറ്റൻസ് അനുതാപം. ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയുന്നത് സാത്താൻ ഇഷ്ടമല്ല. സാത്താൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിതാവേ തെറ്റിപ്പോയി. കാരണം അങ്ങനെ പറഞ്ഞാൽ പിതാവ് നമ്മൾ അപ്പം വീണ്ടെടുക്കും. അതവന് ഇഷ്ടമില്ല. അതുകൊണ്ട് അവൻ പിതാവിൻ്റെ മുമ്പിൽ മടക്കാൻ, ഈശോയുടെ മുമ്പിൽ മടക്കാൻ ഒരെണ്ണത്തിന് അവൻ അനുവദിക്കില്ല. എളിമപ്പെടുത്താൻ അവന് ഇഷ്ടമില്ല. അവൻ എളിമയുടെ നേരെ ഓപ്പോസിറ്റാണ്, അഹങ്കാരിയാണവൻ. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന പരിഹാര പ്രാർത്ഥനയാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു പരിഹാര പ്രാർത്ഥന. നമ്മളും നമ്മുടെ പൂർവീകരും നമ്മുടെ അയൽപ്പക്കക്കാരും ലോകം മുഴുവനും പിതാവിൻ്റെ അടുത്ത് ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ സാത്താൻ്റെ കെട്ടുകളൊക്കെ തകർന്നു പോകും. ഇനി അവർ പാപം ചെയ്തില്ലേ, ഇവർ പാപം ചെയ്തില്ല, അവൻ ഇങ്ങനെയല്ല, അവളല്ലേ ചതിച്ചേ, ഇവളല്ലേ, ഇതൊന്നും പറയാതെ ദൈവമേ അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പരിഹാര പ്രാർത്ഥന ലോകം മുഴുവൻ ചൊല്ലാനായിട്ടുള്ള ഒരു ഇടവരുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്ത്യകാലത്ത് സാത്താനെതിരെയുള്ള വലിയ ആയുധമാണ് പരിഹാര പ്രാർത്ഥന. എന്താണ് അതിങ്ങനെ അത്ഭുതകരമായ പ്രാർത്ഥനയായത്? അത് പിതാവിനോട് മാപ്പ് പറയുകയാണ്, പിതാവിൻ്റെ അടുത്ത് കുമ്പിടാണ്. അത് സാത്താൻ ഇഷ്ടമില്ല. അങ്ങനെയാണ് നമ്മൾ സാത്താനെതിരെ യുദ്ധം ചെയ്യേണ്ടത്. അതുപോലെ പ്രാർത്ഥന, പരിത്യാഗങ്ങൾ, സഹനം, അനുദിന ജീവിതത്തിലെ സഹനം ഏറ്റെടുത്ത് സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കണം. അയൽപ്പക്കക്കാരനെ സ്നേഹിക്കണം. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, നിൻ്റെ സഹായം ആരാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരാണ് അയൽപ്പക്കക്കാർ. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചതിയിൽ പെടരുത്, നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. നിങ്ങളെ ചതിക്കാൻ, നിങ്ങളെ വഞ്ചിക്കാൻ വരുന്നവരെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേർതിരിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. ഇന്ന് ജൂലൈ 10 തീയതിയാണ്. ഇന്ന് ഒരു പ്രത്യേകതയുള്ളത്, ഇന്ന് 72 ശിഷ്യന്മാരുടെ തിരുനാളാണ്. ശ്ലീഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഈശോ 72 ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് അവർ മടങ്ങി വന്ന് സന്തോഷത്തോടുകൂടെ പറയുന്നുണ്ട്, പിശാചുകളൊക്കെ കീഴ്പ്പെട്ടു. അങ്ങനെ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നത് കണ്ട് സന്തോഷിച്ചോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പേരുകൾ സ്വർഗത്തിലേക്ക് എഴുതണം. അതുപോലെ നമ്മുടെ കൂട്ടുള്ളവർ, ഈ ലോകം മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പേരെഴുതിക്കാൻ മാത്രം വിശുദ്ധിയുള്ളവരാകണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ മാത്രം രക്ഷപ്പെടാനല്ല, ഈ ലോകം മുഴുവൻ ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് മാപ്പ് പറയാം. മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇവിടെയാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ആ ഒരു പ്രാധാന്യം. തിരുമുഖത്തിനോടുള്ള പ്രാർത്ഥന ഞാൻ പണ്ട് ഇട്ടിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെ മേരി, തിരുമുഖത്തിൻ്റെ മെഡല്, ടൂറിനത്തെ കച്ചയുടെ തിരുമുഖം. ആ തിരുമുഖത്തിൻ്റെ
പ്രാർത്ഥനയിൽ അതിൻ്റെ ലക്ഷ്യം ആ ജപമാലയുടെ ലക്ഷ്യം 3 കാര്യങ്ങളാണെന്ന് അന്ന് പറഞ്ഞു. ദൈവനിഷേധം, അതുപോലെ കമ്മ്യൂണിസം, അങ്ങനത്തെ കാര്യങ്ങൾ, ദൈവനിന്ദ, ഇതിനൊക്കെതിരെയുള്ളത്. ഇത് തന്നെയാണ് ഇനി അന്ത്യകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിനോടുള്ള നിന്ന അവനിങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുക, എല്ലാവരിലും ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുക. ഇനി വേറൊരു തന്ത്രം, ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ വേറെ കുറേ സെക്റ്റുകളുണ്ട്. അപ്പോൾ അവർ പറയും ഇത് ഇമ്മാനുവൽസാണ്, ഇവിടെ കൂടാരം കെട്ടി പാർത്താൽ മതി, പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതൊന്നും ശരിയല്ല, ഇതാണ് ശരി. ആദ്യം അവർ ഇമ്മാനുവൽ വരണു എന്ന് പറഞ്ഞ് കാത്തിരുന്നു. പക്ഷേ അവരുടെ നേതാവിൻ്റെ ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ ആ സ്ത്രീ പ്രസവിച്ചത് പെണ്ണായിപ്പോയി. എന്തു ചെയ്യാം? അതുകൊണ്ട് കുറേ പേര് സെക്റ്റിൽ നിന്നും മാറിപ്പോയി. പിന്നെയും പിശാച് വലയിട്ട് ബോധം കൊടുത്ത് വെച്ചവർ വീണ്ടും പടിയിൽ പെട്ടുകിടക്കുക. എന്തു ചെയ്യാം? ഇതാണ് സാത്താൻ്റെ വല. പല പല രീതികളിൽ വന്ന് അവൻ മനുഷ്യരെ പിടിച്ചെടുക്കും. ദൈവത്തിൽ നിന്ന് അകറ്റാൻ കരുതലുള്ളവരായിരിക്കുക. ഈ അന്ത്യകാലത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാന, യേശുവിൻ്റെ ബലി, അതല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. പരിശുദ്ധ അമ്മയുടെ ജപമാല, ഇത് മുറുകെ പിടിക്കുക. ദിവ്യകാരുണ്യ ആരാധന, സാത്താൻ ആരാധന കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം അവൻ കുത്തി മുറിവേൽപ്പിക്കും നമ്മുടെ കർത്താവിൻ്റെ ആ തിരുശരീരമാകുന്ന വെള്ളയപ്പത്തെയാണ്. നമുക്കതിന് പരിഹാരമായിട്ട് എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കാം. എപ്പോഴും ഐ ലവ് യു ജീസസ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ഫോർ എവർ എന്ന് പറഞ്ഞ് നമുക്ക് ഈശോയെ സ്നേഹിക്കാം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 72 ശിഷ്യന്മാരെ പറഞ്ഞയച്ച ഓർമ്മ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മെ പറഞ്ഞയക്കുകയാണ് ലോകം മുഴുവനിലേക്കും ഈ വിശേഷങ്ങൾ മറ്റുള്ളവരോട് പറയാൻ. സാത്താൻ്റെ റോസസ്, സാത്താൻ്റെ ദേവാലയങ്ങൾ, അവിടെ നടക്കുന്ന അക്രമങ്ങൾ, സാത്താൻ എന്തിനാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്? ദൈവമക്കളെ മാറ്റാനാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ധാരാളം പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, സ്നേഹത്തിൽ ജീവിക്കണം. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ സാത്താനെ നിലനിൽക്കാൻ പറ്റില്ല. സാത്താനുള്ളിടത്തോളം കാലം അവനെ സ്നേഹിപ്പിക്കാൻ അനുവദിക്കില്ല. മറ്റുള്ളവരിൽ കൂടെ കുറേ പോരായ്മകൾ ഇങ്ങോട്ട് വരും, കുറേ ചതികൾ വരും. അപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതുപോലെ ആക്കും അവൻ. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഇത് സാത്താൻ്റെ പണിയാണ്. സാത്താനാണ് അവനിൽ വന്നിരിക്കുന്നത്. സാത്താനാണ് എൻ്റെ സഹോദരങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുക്കളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കും, അവർ തിരിച്ചറിയണ വരെ എന്ന് പറയാൻ മാത്രം നമ്മൾ ഉയർന്നാൽ, ദൈവം പറയാണ്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഏറ്റവും വേഗത്തിൽ വിജയം വരിക്കാനായിട്ട് വരും. നമുക്ക് ഇതിനൊക്കെ കൂടി ട്രൈ ചെയ്യാം, സ്നേഹിക്കാം, അയൽപ്പക്കക്കാരനെ സ്നേഹിക്കാം. ഈശോ പറഞ്ഞു ഗബ്രിയേലേ ബോസിനോട്, നീ നിൻ്റെ അയൽപ്പക്കാരനെ സ്നേഹിച്ചിട്ട് ഒരു ശുശ്രൂഷ ചെയ്തപ്പോൾ നിൻ്റെ പ്രാർത്ഥന മുടങ്ങിയെങ്കിൽ മോളെ അത് ഞാനായിരുന്നു. ഞാനാണ് നിൻ്റെ അയൽപ്പക്കക്കാരൻ. നമ്മുടെ തൊട്ടപ്പുറത്ത് പാർക്കുന്ന ആളല്ല നമ്മുടെ അയൽപ്പക്കക്കാരൻ. ആരാണോ നമ്മുടെ സഹായം അർഹിക്കുന്നത്, ആർക്കാണോ നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്നത്, അതാണ് നമ്മുടെ അയൽപ്പക്കക്കാർ. അപ്പോൾ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഈശോയ്ക്കാണ് ചെയ്യുന്നത് എന്ന മനോഭാവത്തോടെ ചെയ്യാം. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും നല്ല പ്രാർത്ഥനയുണ്ട്. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സംഘത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ച ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നോർക്കണമേ. ആ പ്രാർത്ഥന നമുക്ക് ധ്യാനിച്ചു ചെല്ലാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞയച്ച 72 സ്ത്രീഹന്മാരെ ഓർത്ത് അവരോട് നമുക്ക് പറയാം, ഞങ്ങളും ഈശോയെ കൊടുക്കാനായിട്ട്, ഈശോയുടെ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ടുള്ള ശക്തിയും ഊർജവും സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്കുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന്. റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഈ 10ാം ദിവസം നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ച് സാത്താനെതിരെ പോരാടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.